മല കയറാൻ പറ്റിയൊരു ഫോർച്യൂണറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഗിയർ ഇട്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സിഗ്മ 4 ആണ്, അതായത് 4x4 ഓട്ടോമാറ്റിക്കിൽ കിടക്കുന്ന പുതിയ ഷേപ്പിലുള്ള ഒരു കിടിലം ഫോർച്യൂണർ. ഒരു റയർ കളറാണ്, കാരണം എല്ലാവരും വൈറ്റാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റേതായ ആൾക്കാരുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് വന്നപ്പോൾ ഇതേ സെയിം കളറുള്ള ഒരു ഫോർച്യൂണർ സിഗ്മ 4 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബാംഗ്ലൂരേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമുക്ക് വീണ്ടും ഒരു ഗ്രേ കളറിലുള്ള ഫോർച്യൂണർ കിട്ടിയിട്ടുണ്ട്. ഇത് 2019 മോഡൽ വണ്ടിയാണ്. അതുപോലെ തന്നെ ഫുൾ ത്രൂ ഔട്ട് കമ്പനി സർവീസ്, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, നമ്മളൊരു 10-20 വണ്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടാത്ത വണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ബോണറ്റ്, അതുപോലെ തന്നെ ഡോറ്, ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറാത്ത, ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത ത്രൂ ഔട്ട് കമ്പനി സർവീസുമുള്ള ഫോർച്യൂണറാണ്. അപ്പോൾ ഫോർച്യൂണറൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ, അതായത് പുതിയ ഷേപ്പിലുള്ള ഫോർച്യൂണർ സിഗ്മ 4 ടോപ്പ് എൻഡ് മോഡലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിലേക്ക് പറയാം. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തു നിന്നും തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു ഫോർച്യൂണറാണ് ഈ ഒരു വാഹനം. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ടയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% ടയർ നമുക്ക് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പോളിഷ് ഞാൻ തന്നെ ഇട്ടതാണ് കേട്ടോ ടയറിൻ്റെ മുകളിൽ. കാരണം ടയർ കാണാനൊരു രസമില്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരു മൊഞ്ചുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കുറച്ച് ചെളി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇവിടെ ഒരു ബോട്ടിൽ ടയർ പോളിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എടുത്തങ്ങോട്ട് അതിൻ്റെ മുകളിലങ്ങ് ഇട്ടേച്ച്. പിന്നെ അപ്പോൾ ഈ ഒരു ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതും ഒരു 80-85% ടയറുണ്ട്. പുറകിലെ ടയറും ഒരു 80-85%. എല്ലാ ടയർ ഓൾമോസ്റ്റ് 4 ടയറും നമുക്കൊരു 80-85% ടയർ പറയാം. അപ്പോൾ ടയർ ഞാൻ ആ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ടയറിനൊക്കെ അത്യാവശ്യം ഒരു കോസ്റ്റ് കാര്യങ്ങൾ വരും. കാരണം ഇത് എനിക്ക് തോന്നുന്നത് സൈസ് എവിടെ പോയി കാണുന്നില്ലല്ലോ, 265 60 6 18 അതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടയറിനൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു കോസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് 4 ടയറും കുറവായ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 40,000-50,000 രൂപ നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ടയർ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടയർ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓൾറൗണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ BJ ആണ് ഗ്ലാസ് വരുന്നത്. ഒറിജിനൽ കമ്പനി മാനുഫാക്ചർഡ് ആയിട്ടുള്ള, അതായത് വണ്ടി ഇറങ്ങിയ സമയത്തുള്ള ഗ്ലാസ്സാണ് കിടക്കുന്നത്. പിന്നെ ഈ ഒരു ഫ്രണ്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. അത് നമ്മൾ പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വണ്ടി കൊണ്ട് നടക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടച്ച് ചെയ്യാം. അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ അടുത്തേക്ക് വന്ന് നോക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ കാണുള്ളൂ. ദൂരെ നോക്കുന്ന സമയത്തൊന്നും അങ്ങനത്തെ ഒരു വിഷയമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഹെഡ് ലാമ്പ് ആണെന്നുണ്ടെങ്കിലും ഫോഗ് ലാമ്പ് ആണെന്നുണ്ടെങ്കിലും ബമ്പർ, ഗ്രില്ല്, ബോണറ്റ് ആണെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫെൻഡർ നോക്കാം നമുക്ക്, വേറെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു മൈനർ സ്ക്രാച്ച് ഉണ്ട്, അല്ലാതെ വേറെ ഒരു ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിന് മുന്നേ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു ആദ്യം തന്നെ. നമ്മൾ ഈ ഒരു സെയിം ഓണർ അടുത്ത് തന്നെ നമ്മളൊരു ക്രിസ്റ്റ അതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതൊരു മാനുവൽ ക്രിസ്റ്റ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നാട്ടിൽ വണ്ടി രജിസ്ട്രേഷനും കഴിഞ്ഞു, നല്ല ഡീലിംഗ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമതൊരു വണ്ടി കൂടി കിട്ടിയിട്ടുണ്ട്. അവർ തന്നെ സെയിം വണ്ടി തന്നെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഫോർച്യൂണർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ഡീലിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടിയൊക്കെ അവരുടെ അടുത്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു ഫോർച്യൂണർ 1,22,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ത്രൂ ഔട്ട് ഫുള്ള് കമ്പനി സർവീസിലുള്ള വണ്ടിയാണ് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് ബാക്കിയുള്ള ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെയാണുള്ളത്. കാരണം ഇങ്ങനത്തെ ഈ ഒരു റേഞ്ച് കിടക്കുന്ന വണ്ടിയാവുന്ന സമയത്ത് നല്ല രീതിയിലേക്കും വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. ഒക്കെ കമ്പനി സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് ഇപ്പം സീറ്റ് കവർ ആണെന്നുണ്ടെങ്കിലും ഇത് സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ളതാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാ ബട്ടൺസും എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. ഓട്ടോമാറ്റിക് 4x4 ആണ് വരുന്നത്. സിഗ്മ 4 എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വരുന്നത്. അപ്പോൾ അതിനകത്ത് 4x4 ഓട്ടോമാറ്റിക് ആയിരിക്കും. പിന്നെ ബട്ടൺസ് കാര്യങ്ങളൊന്നും യാതൊരു വിധത്തിലെ തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇവിടേക്ക് ഒരു ലെതറിൻ്റെ ആ ഒരു ടച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വലിച്ചു കിട്ടില്ല. കാരണം ഫോർച്യൂണർ സിഗ്മ 4 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടിയുടെ മുകളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡാഷ്ബോർഡിന് മുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻറ്റീരിയർ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യണം. വേറെ ക്രാക്കോ അല്ലെങ്കിൽ തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്തൊരു വണ്ടിയാണ്. പിന്നെ 2 സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുറകിൽ ഇത് 8 സീറ്റർ വണ്ടി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 3 പേർക്ക് യാത്ര ചെയ്യാം. ക്യാപ്റ്റൻ സീറ്റല്ല വരുന്നത്, 8 സീറ്ററിൽ വരുന്ന ഫോർച്യൂണറാണ്. ടോട്ടൽ 2, 5, 7 8 ആളുകൾക്ക് യാത്ര ചെയ്യാം കേട്ടോ.
പുറകിലെ സീറ്റും ഒക്കെ വൃത്തിയുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാം നല്ല ക്വാളിറ്റിയിൽ കിടക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിഗ്മ 4 ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ്സാണ്. സോറി, ഇത് നമ്മൾ പിടിച്ച് പൊക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പഴയ ആ ഒരു ഫോർച്യൂണറിൻ്റെ ഓർമ്മയിൽ ചെയ്തു പോയതാണ്. ബട്ടൺ പ്രസ്സാണ്. ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവം അങ്ങ് പൊങ്ങിക്കോളും. പിന്നെ ഇതിനുള്ളിലൊന്നും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ജാക്കി കാര്യങ്ങളൊക്കെ എവിടെയാണ് വന്നിട്ടുള്ളത്. അടിച്ച് പൊളിക്കുന്നത് മൂപ്പര് കേൾക്കണ്ട. പിന്നെ ഇതിൻ്റെ പുറകിലെ സീറ്റൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ യാതൊരു വിധത്തിലുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പഞ്ചിങ് മാർക്കും അതുപോലെ തന്നെയുണ്ട്. യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ഒരു ഫോർച്യൂണറിൻ്റെ ആ ഒരു സിൽ പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇത് ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഇതാ ഇവിടെ ബട്ടൺ ഉണ്ട്. ആശാൻ ഓട്ടോമാറ്റിക്കലി അങ്ങ് അടഞ്ഞു പൊക്കോളും. ക്ലോസ് ആയി. ഇത് നമ്മുടെ ഇതിൻ്റെ ആ ഒരു കോമ്പറ്റീറ്ററായ എൻഡവറിനകത്തും ഒക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ എൻഡവറിനകത്ത് ആ പുറകിലെ സീറ്റ് ബട്ടണിനകത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർച്യൂണറിനകത്ത് ആ ഒരു സംഭവം ഇല്ല. പിന്നെ നമുക്കിനി ആ സൈഡിലെ ഗ്ലാസ് ഡോറും കൂടി നമുക്ക് നോക്കാം. ബി ജെ എല്ലാ ഗ്ലാസും ഒറിജിനൽ തന്നെയാണ്. ഡോറ് ഒറിജിനലാണ്. ഈ ഒരു ഡോറും ഒറിജിനലാണ്. ഈ ഒരു ടയറും ഒരു 85% ടയർ നമുക്ക് പറയാം. സ്റ്റെപ്പിനി കൂടി ഒന്ന് നോക്കിയേക്കാം. സ്റ്റെപ്പിന് കുറച്ച് കുറവുണ്ട് കേട്ടോ. ഒരു 60% സ്റ്റെപ്പിനി ഉള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാറുള്ളത്. ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു 10 മിനിറ്റ് ഒന്നും പോരാ ഒരു വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടിഭാഗവും എല്ലാ ഭാഗവും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തട്ടലോ അല്ലെങ്കിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. റസ്റ്റോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഫ്ലഡ് ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഫ്ലഡ് കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാത്ത വാഹനമാണ്. ഈ ഒരു സൈഡ് ഗ്ലാസ് എല്ലാം ബി ജെ തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു ഡോറും ബി ജെ ആണ്. ഈ ഒരു ഡോറും മാറാത്തതാണ്. എല്ലാം കമ്പനി ഡോർ തന്നെയാണ്. ഗ്ലാസ് കാര്യങ്ങളൊക്കെ ബി ജെ തന്നെയാണ് വന്നിട്ടുള്ളത്. എഞ്ചിൻ റൂം കൂടി നോക്കാം. നമ്മളിപ്പോൾ ഓൾറൗണ്ട് എല്ലാ ഭാഗങ്ങളും നോക്കി, ഡിക്കി കാര്യങ്ങൾ അതുപോലെ തന്നെ മേജർ ആക്സിഡൻ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ടുള്ള എഞ്ചിൻ റൂം. നല്ല വൃത്തിയുള്ള എൻജിൻ റൂം. വൃത്തി മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ഉൾഭാഗത്തൊന്നും തട്ടലൊന്നുമില്ല കേട്ടോ. ഈ ഒരു സൈഡിലോ ആപ്രോൺ വൈസിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള തട്ടൽ കാര്യങ്ങളില്ല. ഹെഡ് ലാമ്പിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റേഡിയേറ്ററും എല്ലാം ഒറിജിനൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലൊക്കെ വാഹനം എടുക്കാൻ പറ്റും. ഈ ഒരു സൈഡിലാണെങ്കിലും ആപ്രോണിലൊന്നും തട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും പഞ്ചിങ്ങിലൊന്നും വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഇവിടെയും ഒന്നും തട്ടിയിട്ട് ഡെൻറ്റോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. റേഡിയേറ്ററൊക്കെ ഒറിജിനൽ തന്നെയാണ്. ടൊയോട്ട റേഡിയേറ്റർ. നല്ല വൃത്തിയുള്ള ഒരു എഞ്ചിൻ റൂമാണ്. അതുപോലെ തന്നെ നമുക്ക് ബോണറ്റ് കാര്യങ്ങളൊന്നും മാറാത്തതാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റിയുള്ള വണ്ടി. ഞാനതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് സൗണ്ട് കാര്യങ്ങൾ കൂടി നോക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള സൗണ്ടാണ് എന്താണെങ്കിലും. ഇതിൻ്റെ സ്പെയർ കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. 2 കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടും ഒന്നും എനിക്ക് തോന്നുന്നില്ല ആരും വണ്ടി കാണിച്ചു തരുമെന്ന്. അപ്പോൾ നല്ലൊരു ഫോർച്യൂണർ സിഗ്മ 4ലുള്ള ഒരു പുതിയ ഷേപ്പിലുള്ള ഫോർച്യൂണറൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വാഹനം.
2019 19 സിംഗിൾ ഓണർഷിപ്പ് 1,22,000 ഓടിയിട്ടുള്ളത്. സിഗ്മ 4 ആണ്. 4x4 ഓട്ടോമാറ്റിക് ആണ് വാഹനം. എല്ലാം പ്രോപ്പറായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത എഞ്ചിൻ റൂമുമാണ്. അതുപോലെ തന്നെ ബോഡിയാണുള്ളത്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 80-85% നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റിനകത്തൊന്നും യാതൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. സ്പെയർ കീ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം ജൂൺ ഓർ ജൂലൈ വരെ ഇൻഷുറൻസ് വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം ഈ വണ്ടീനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാണ്. നമുക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉള്ള കേസൊന്നുമല്ല. അറിയാവുന്ന ഒരു ഓണർ എടുത്ത് കിടക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 26,85,000 രൂപയാണ് ഇതിൻ്റെ വിലയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഫൈനൽ റേറ്റ് ആണ്. NOCയുടെ കാര്യം സംസാരിക്കേണ്ടതുണ്ട്. കാരണം NOC ഒക്കെ നമുക്ക് ആ ഒരു ഡീലാവുന്ന സമയത്ത് മാത്രമേ പുള്ളി എടുത്തു തരൂ, അല്ലെങ്കിൽ നമ്മൾ എടുക്കണം എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ NOC നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5,000 രൂപയാണ് NOCക്ക് ചാർജായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ അവർ ആ ഒരു റേറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് എടുത്തു തരുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു അഡ്വാൻസ് കൊടുത്ത് നമ്മൾ അതിൻ്റെ ഒരു ഫർദർ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് NOCയുടെ കാര്യം അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമുക്ക് കെയർ ഓഫ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. HR26 ഗുഡ്ഗാവിലാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ നാട്ടിൽ ടാക്സ് അടയ്ക്കാതെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ RCക്കകത്ത് പേര് നമ്മളുടെ ആയിരിക്കും, അഡ്രസ്സ് ഇവിടുത്തെ ഒരു ലോക്കൽ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ ഭാവിയിൽ കുറച്ച് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ NOC എടുത്തിട്ട് നാട്ടിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അത് ലീഗലി അത്ര ഒരു എന്താ പറയുക, നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ പക്ഷേ അങ്ങനെയൊക്കെ ആളുകളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ ടാക്സ് എമൗണ്ട്. കാരണം നല്ലൊരു ടാക്സ് എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. കാരണം ഓൾറെഡി ടാക്സ് 15 കൊല്ലത്തേക്ക് അടച്ചിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉപയോഗിക്കുന്നത്. ആ വണ്ടി ഇന്ത്യയിലെ വേറൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുമ്പോൾ വീണ്ടും ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് ഒരു പോക്കൃത്തരം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പോക്കൃത്തരൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കെയർ ഓഫ് രജിസ്ട്രേഷനിൽ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും. ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു വളഞ്ഞ വഴിയൊക്കെ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ആളുകൾ കെയർ ഓഫ് രജിസ്ട്രേഷനിലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ടാക്സ് അടച്ചിട്ട് കേരള നമ്പർ ആക്കിയിട്ട് കേരളത്തിലോടാം, അല്ലാതെ ടാക്സ് അടയ്ക്കാതെ ഇവിടെ അഡ്രസ്സ് വെച്ചിട്ട് അഡ്രസ്സ് ഉണ്ടാക്കി അഡ്രസ്സിൽ ചെയ്തിട്ട് ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനിയിപ്പം നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ അറിഞ്ഞ കാര്യം ഇനി ആരെടുത്തും പറയണ്ട. അപ്പോൾ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കുറച്ചൊന്ന് നീണ്ടു പോയിട്ടുണ്ടെന്ന് അറിയാം. 26,85,000 രൂപയ്ക്ക് 2019 സിഗ്മ 4x4 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 1,22,000 ഓടിയ ഗ്രേ കളറുള്ള ഫോർച്യൂണറാണ്. ഫുൾ ത്രൂ ഔട്ട് കമ്പനി സർവീസാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഡോക്യുമെൻറ്റ് വൈസ് കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്ത ഒരു ഫോർച്യൂണർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ മാറിയിട്ടുണ്ട്. പഴയ നമ്പർ ബാൻ ആയിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് ബാൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ നമ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. പഴയ നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ളവരൊക്കെ പുതിയ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ പുതിയ ഗ്രൂപ്പിന് ലിങ്ക് കിട്ടും. അതിനകത്ത് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം അതിനകത്തുള്ള ഗ്രൂപ്പും മെസ്സേജസും ഒന്നും എനിക്കിപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. മെയിലൊക്കെ അയക്കുന്നുണ്ട്, ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ദീപാവലി സമയം കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഡൽഹിയിൽ നല്ല പൊല്യൂഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഡീസൽ വണ്ടി റോട്ടിൽ ഓടിക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ ഒരു E250 കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ അത് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഫാം ഹൗസിൽ ഇങ്ങനെ കിടക്കുകയാണ് വണ്ടി. ഇപ്പം ഇനിയിപ്പോൾ എന്തോ 6-ാം തീയതി 7-ാം തീയതി എന്തോ ഒരു മീറ്റിംഗ് വരുന്നുണ്ട്, ഇതിൻ്റെ ഒരു റിവ്യൂ കൂടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇളവുണ്ടാവും. അപ്പോൾ നിലവിൽ ഡീസൽ വണ്ടി ഡൽഹി NCR റീജിയനിൽ ഓടാനേ പറ്റില്ല. അത് ഈ ഒരു ദീപാവലി ആയതുകൊണ്ട് മറ്റേ എയർ ഇൻഡെക്സ് വാല്യൂ ഉണ്ടല്ലോ, അത് കൂടുതലാണ്. 300ൻ്റെ മുകളിലാണ് ഇപ്പം നിലവിൽ. 300ൻ്റെ മുകളിലായി കഴിഞ്ഞാൽ ഡീസൽ വണ്ടി ഒന്നും ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ തന്നെ മുറ്റം അടിച്ചു വരാൻ പാടില്ല, നമ്മുടെ ഈ ബാർബേക്യൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഡൽഹിയിലൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വണ്ടി ഒന്നും ഓടാണ്ട് അവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കിട്ടിയത്. അപ്പം നിലവിൽ ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. അതിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ ആ വണ്ടിയുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ നമ്പറിനകത്തേക്ക് വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഗ്രൂപ്പിന് ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ദയവായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, കുറേ ആളുകൾ ഗൾഫ് നമ്പർ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ച് വിളിക്കാനുള്ള ഒരു ഓപ്ഷനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നവർ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും പുതിയൊരു വണ്ടിയുടെ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.